CPM-ന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ CAA പലസ്തീൻ വിരുദ്ധ സമരങ്ങൾക്ക് വിമർശനം. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. ന്യൂനപക്ഷ പ്രീണനം നടന്നതായി ഭൂരിപക്ഷ സമുദായത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായി. പരമ്പരാഗതമായ ഈഴ വോട്ടുകളിൽ പോലും വിള്ളലുണ്ടാകാൻ കാരണമായെന്നും വിമർശനങ്ങളൊക്കെ തന്നെ അപ്പാടെ ജില്ലാ നേതൃത്വം തള്ളിക്കളഞ്ഞുവെന്നും കൊച്ചി റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീകാന്ത് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേനി. തെരഞ്ഞെടുപ്പ് തോൽവി എറണാകുളത്ത് CPM-ന് ഇതിനു മുൻപുണ്ടായതിന്റെ ഏറ്റവും അങ്ങേയറ്റമായിരുന്നു. കാരണം അത്രയധികം ഭൂരിപക്ഷത്തിനാണ് ഹൈബി ഈഡൻ ഇവിടെ ജയിച്ചത്. അതിന്റെ വിലയിരുത്തൽ ഓരോ ഘട്ടത്തിലും നടക്കുന്നു. ഈ എറണാകുളം മണ്ഡലത്തിനൊരു സവിശേഷതയുള്ളത്, ഇവിടെ ഈ ലത്തീൻ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഈഴവ വോട്ടുകൾക്കുമൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ആ മേഖലകളിൽ, ആ മണ്ഡലങ്ങളിൽ നടന്ന ഈ വിലയിരുത്തലിലാണ് ഇത്തരമൊരു ആക്ഷേപം ഉയർന്നത്. ഈ CPM-ന്റെ CAA പലസ്തീൻ വിരുദ്ധ സമരങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വിമർശനമുണ്ടായി. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ഇവയെല്ലാം ചർച്ചയായി എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ചും മുസ്ലിം പ്രീണനം നടന്നതായി ഭൂരിപക്ഷ സമുദായത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി എന്നുള്ളതാണ് ഈ യോഗത്തിൽ ആരോപണം ഉയർന്നിട്ടുള്ളത്. ക്രൈസ്തവ സഭകളും സമാനമായ നിലപാട് സ്വീകരിച്ചു എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അത് സ്വാഭാവികമായും ലത്തീൻ സഭയെ ഉദ്ദേശിച്ച് തന്നെയായിരിക്കണം. പരമ്പരാഗത ഈഴവ വോട്ടുകൾക്ക് പോലും വിള്ളലുണ്ടായി എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ യോഗത്തിൽ എന്നുള്ളതാണ്. യോഗത്തിൽ പങ്കെടുത്ത CPM-ന്റെ ജില്ലാ നേതൃത്വം പക്ഷേ ഇതെല്ലാം തള്ളിക്കളയുകയാണ്. CAA പലസ്തീൻ വിരുദ്ധ സമരങ്ങൾ പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ് എന്നാണ് അവർ മറുപടി നൽകിയത്. പക്ഷേ അപ്പോഴും ഈ എറണാകുളം മണ്ഡലത്തിൽ വിശേഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ കൂടുതലായി വോട്ടുള്ള മേഖലകളിൽ വലിയ തിരിച്ചടി ഉണ്ടായി ഇതുമൂലം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാർട്ടിയുടെ യോഗങ്ങളിൽ ഉയർന്ന ആരോപണം അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു.